ലിമിറ്റ്സിനകത്തെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണിത്. ഈ ചോദ്യം എങ്ങനെ നമുക്ക് ക്രാക്ക് ചെയ്യാം? ഒന്നുമില്ല, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ എക്സിൻ്റെ സ്ഥാനത്തല്ല, എല്ലാവരും ശ്രദ്ധിക്കുക, ഈ എക്സിൻ്റെ സ്ഥാനത്തല്ല നമുക്ക് എന്താണ് 1 ഇട്ട് കൊടുക്കുക. എക്സിൻ്റെ സ്ഥാനത്തല്ല 1 ഇട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് 1 സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ, എക്സിൻ്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുത്തു, 1 പ്ലസ് 100. 1 സ്ക്വയർ എത്രയാണ് മക്കളെ? ദാറ്റ് ഈസ് 1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1 എത്രയാണ്? യെസ്, 101 വരും അല്ലേ. അപ്പോൾ 1 പ്ലസ് 1 2 ഡിവൈഡഡ് ബൈ 101. കിട്ടിയവരെല്ലാവരും ഫയർ ഇമോജി ഇടുക. യെസ്, കിട്ടിയവരെല്ലാവരും എന്താണ് ഇത് മനസ്സിലായി. ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്, വെരി വെരി സിമ്പിളാണ്. അപ്പോൾ ഈ ഒരു ചോദ്യം ക്രാക്ക് ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പമാണ്. ഒന്നുമില്ല, എക്സിന് എന്ത് കൊടുത്താലും മതി മക്കളെ, എക്സിന് വാല്യൂ 1 കൊടുക്കുക. എക്സ് ഉള്ളിടത്ത് എല്ലായിടത്തും 1 ഇട്ട് കൊടുത്താൽ മതി. ലിമിറ്റ്സ് അത്രയും എളുപ്പമാണ്. ലിമിറ്റ്സിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമുണ്ട്. ഈ ഒരു ചോദ്യത്തിന് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണിത്. വെരി വെരി സുഖമായിട്ട് 1 മാർക്ക് കിട്ടുന്ന ചോദ്യമാണ് ഇത്. ആരും ക്രാക്ക് ചെയ്യാതെ എക്സാമിന് പോവരുത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും പഠിക്കാം. ഓക്കെ ആണോ? യെസ്. എങ്കിൽ ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ചോദ്യം നമുക്ക് പഠിക്കാം. ഇതുപോലെ തന്നെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ചോദ്യം, ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ചോദ്യം എല്ലാവരും ശ്രദ്ധിക്കുക. ഇതുപോലെ തന്നെ വെരി വെരി ഇമ്പോർട്ടൻ്റ്. ഈ ഒരു ചോദ്യം നിങ്ങൾ തന്നെ ഒന്ന് ട്രാക്ക് ചെയ്യുക. ഇതിൻ്റെ ലോജിക്കിന് ആ കോൺസെപ്റ്റ് എന്താണെന്ന് എല്ലാവരും ഒന്ന് പഠിക്കുക. ആ ഒരു കോൺസെപ്റ്റ് എല്ലാവരും പഠിക്കുക. യെസ് യെസ് യെസ്, കോൺസെപ്റ്റ് എല്ലാവരും ഒന്ന് പഠിക്കുക, എല്ലാവരും സെറ്റാക്കുക. ഇതാണ് ചോദ്യം. ഈ ഒരു ചോദ്യത്തിൽ ഒന്നുമില്ല മക്കളെ, എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? എക്സിൻ്റെ സ്ഥാനത്ത് 3 കൊടുക്കുക. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 3. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 3. എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ 3 കൊടുക്കുമ്പോൾ 3 പ്ലസ് 1 അത്രമേ ഉള്ളൂ. 4. സിമ്പിൾ. ലിമിറ്റ്സിൽ നിങ്ങൾ എന്താണ് ഇതുവരെ ലിമിറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാത്തവരാണെങ്കിൽ ഇതുപോലെ ബേസിക് ആയിട്ടുള്ള ചോദ്യത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ചോദ്യം. എല്ലാവരും തന്നെ മനസ്സിലാക്കി വെക്കുക. റെഡിയാണോ? NCERT-യിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് മുഴുവൻ. എന്താണ്? NCERT ചോദ്യമാണ് ചെയ്യുന്ന. ഫുൾ ചോദ്യവും NCERT ചോദ്യമാണ്. ഈ ഒരു ചോദ്യം എല്ലാവരും ശ്രദ്ധിക്കുക. നോക്കുക, ഈ ഒരു ചോദ്യം എല്ലാവരും ശ്രദ്ധിക്കുക. ഈ ഒരു ചോദ്യം എങ്ങനെ ചെയ്യാം? എല്ലാവരും ശ്രദ്ധിക്കുക. ഈ ഒരു ചോദ്യം എങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും? യെസ്, ലിമിറ്റ് x tends to 1 x cube minus x square plus 1. ഒന്നുമില്ല, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എക്സിന് 1 കൊടുക്കുക. അപ്പോൾ എന്ത് വരും? ലിമിറ്റ് x tends to 1 x ക്യൂബിന് പകരം എന്താണ് മക്കളെ? 1 ക്യൂബ് മൈനസ് 1 സ്ക്വയർ പ്ലസ് 1. അപ്പോൾ എന്ത് വരും? യെസ്, 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 മൈനസ് 1 പ്ലസ് 1. സോ എന്ത് വരും മക്കളെ? 0 പ്ലസ് 1. 0 പ്ലസ് 1 ദാറ്റ് ഈസ് 1. ആൻസർ കിട്ടിയോ? എല്ലാവർക്കും ആൻസർ കിട്ടിയോ മക്കളെ? വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആൻസർ എല്ലാവർക്കും കിട്ടിയോ?